പക്ഷേ എന്തുകൊണ്ട് ചാണ്ടി ഉമ്മനെ കൊണ്ടുവന്നു എന്ന് വെച്ചാൽ അത് മരിച്ചുപോയ നേതാവിനോടുള്ള ഒരു സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും ആദരവ് കൊണ്ടും. ചാണ്ടി ഉമ്മനാണെങ്കിൽ പ്രത്യേകിച്ച് അധ്വാനമൊന്നും വേണ്ട, വെറുതെ ഭിത്തിമ്പൽ ആ ചാണ്ടി ഉമ്മന് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്യുക എന്ന് എഴുതി വെച്ചാൽ മതി. അങ്ങനെയാണ് ചാണ്ടി ഉമ്മൻ അവിടെ മത്സരിച്ചത്. ഏതാണ്ട് 25,000 പേർ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഇനിയിപ്പോൾ നാട്ടക സുരേഷ് മത്സരിച്ചെങ്കിലും ഒരു 5,000-6,000 വോട്ടിന് ജയിക്കുമായിരുന്നു. ടോമി കല്ലാണിയാണെങ്കിൽ 10,000-ന് ജയിക്കുമായിരുന്നു. പക്ഷേ ചാണ്ടി ഉമ്മനായതുകൊണ്ട് 25,000-ന് ജയിച്ചു. ഉമ്മൻചാണ്ടി മരിച്ച് 40 ദിവസം തികയുന്നതിന് മുമ്പായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ട് മുഴങ്ങിയത്. സാധാരണ 6 മാസത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കും. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ 1 മാസത്തിനകത്ത് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ അധികം കാത്തിരിക്കാതെ MLA ആവാൻ പറ്റി. ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകനല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ്റെ സ്ഥിതി എന്താ? അദ്ദേഹം കോട്ടയത്തെ അനവധി കോൺഗ്രസ്സുകാരിൽ ഒരു കോൺഗ്രസ്സുകാരനായിട്ട് നടക്കും, അല്ലെങ്കിൽ വല്ല പെന്തിക്കോസ്ത് ഉപദേശിയായിട്ട് പോകേണ്ടവന്നെ, അല്ലെങ്കിൽ ലാഭകരമായ മറ്റെന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കുമായിരുന്നു. ഇതേ ഉള്ളൂ. അല്ലാണ്ട് ചാണ്ടി ഉമ്മൻ എന്ന് വെച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ എടുത്താൽ പൊങ്ങാത്ത മുതലോ അല്ലെങ്കിൽ കനപ്പെട്ട ഉരുപ്പടിയൊന്നുമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.